പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പെരുന്നാളാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ജുമുഅയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ എന്താണ് അതിന്റെ വിധി എന്ന് പല ആളുകളും നമ്മുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. ഈ വിഷയത്തിൽ സൗദിയിലെ പണ്ഡിത സഭ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് അദ്ദേഹം റഈസായും അബ്ദുർ റസാഖ് അഫീഫി അദ്ദേഹം നായിബ് റഈസായും ഷെയ്ഖ് അബ്ദുള്ള ഖദിയാനും അബ്ദുള്ള ഇബ്നു ഖുഊദും അംഗങ്ങളായുമുള്ള ഫത്വ ബോർഡ് 2358 നമ്പറായി ഈ വിഷയത്തിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമായി വായിക്കുന്നത്. സുആൽ, ചോദ്യം ഇങ്ങനെയാണ്: ഇജ്തമഅ ഈദാനി ഹാദിഹി സന യൗമുൽ ജുമുഅ വ ഈദുൽ അദ്ഹ. ഈ കൊല്ലം രണ്ട് പെരുന്നാളുകൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, അഥവാ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ബലിപെരുന്നാളും. വെള്ളിയാഴ്ച മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിലുള്ള ആഘോഷമാണ്, അതൊരു ഈദാണ്, പെരുന്നാളാണ്. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. ഈദുൽ അദ്ഹയും അതിപ്പോ നാളെ ഈദുൽ ഫിത്റാണ്. ഈദുൽ ഫിത്റായാലും ഈദുൽ അദ്ഹയാലും ഹുക്കം ഒന്ന് തന്നെ. ഫമ സവാബ് അൻ നുസല്ലി ളുഹറ ഇദാ ലം നുസല്ലി ജുമുഅ. ഞങ്ങൾ ജുമുഅ നമസ്കരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ളുഹർ നിസ്കരിക്കേണ്ടതുണ്ടോ? അം അന്ന സ്വലാത്തുൽ ളുഹരി തസ്ഖുതു ഇദാ ലം നുസല്ലി ജുമുഅ. പെരുന്നാളിന്റെ ദിവസം ഞങ്ങൾ ജുമുഅ നമസ്കരിക്കുന്നില്ലെങ്കിൽ ളുഹർ നമസ്കാരവും ഞങ്ങളിൽ നിന്ന് ഒഴിവാകുമോ? അതിന്റെ ബാധ്യത ഞങ്ങൾക്ക് ഇല്ലാതാകുമോ? ഇതാണ് ചോദ്യം. ജവാബ്: മൻ സല്ലൽ ഈദ യൗമൽ ജുമുഅത്തി റുഖിസ ലഹു ഫീ തർക്കിൽ ഹുദൂരി ലി സ്വലാത്തിൽ ജുമുഅത്തി ദാലിക്കൽ യൗം ഇല്ലൽ ഇമാം. പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ച, അതായത് വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും പെരുന്നാൾ നമസ്കരിച്ചാൽ അയാൾക്ക് ജുമുഅ നിസ്കാരത്തിന് വരുന്ന കാര്യത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഇമാമിന് മാത്രമേ ജുമുഅന്റെ കാര്യത്തിൽ ഇളവില്ലാത്തതുള്ളൂ. ഫയജിബു അലൈഹി ഇഖാമത്തുഹാ ബിമൻ യഹ്ദുറു ലി സ്വലാത്തിഹാ മിമ്മൻ ഖദ് സല്ലൽ ഈദ വബിമൻ ലം യകുൻ സല്ലൽ ഈദ. എന്നാൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നിർവഹിക്കൽ, ജുമുഅ സംഘടിപ്പിക്കൽ അദ്ദേഹത്തിന് നിർബന്ധമാണ്. അതായത് ആ നമസ്കാരത്തിന് വരുന്ന ആളുകൾ, അത് ഈദ് നിസ്കരിച്ചവരാകാം, ഈദ് നിസ്കാരത്തിൽ പങ്കെടുക്കാത്തവരായ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്കും വരാം. അവരെ കൊണ്ട് ജുമുഅ നടത്തൽ അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഫഇല്ലം യഹ്ദുർ ഇലൈഹി അഹദുൻ സഖത വുജൂബുഹു അൻഹു വസല്ലാ ളുഹറൻ. ആരും ജുമുഅക്ക് വന്നില്ല എങ്കിൽ അദ്ദേഹം ളുഹർ നിസ്കരിച്ചാൽ മതി. വസ്തദല്ലു ബിമാ റവാഹു അബൂ ദാവൂദ ഫീ സുനനിഹി അൻ ഇയാസ് ബിൻ അബി റംലത അശ്ശാമി ഖാല. ഈ ഹദീസ് അബൂ ദാവൂദ് ഉദ്ധരിച്ച ഈ ഹദീസാണ്, ഇയാസ് ബിൻ അബി റംലയിൽ നിന്നുള്ള ഹദീസാണ് അവർ തെളിവാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയാണ്: ശഹിത്തു മുആവിയത ബിൻ അബി സുഫിയാൻ വഹു യസ്അലു സയ്യിദ് ബിൻ അർഖം. സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയായ സയ്യിദ് ബിൻ അർഖമിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ഹാജറുണ്ടായിരുന്നു. എന്താണ് ചോദിച്ചത്? സയ്യിദ് ബിൻ അർഖമിനോട് മുആവിയ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്: അശഹിത്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈൻ ഇജ്തമഅ ഫീ യൗമിൻ. ഒരു ദിവസത്തിൽ രണ്ട് ഈദുകൾ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ താങ്കൾ റസൂലുള്ളാഹിന്റെ കൂടെ ഹാജറുണ്ടായിരുന്നോ? ഖാല, സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ. ഖാല, അപ്പോൾ വീണ്ടും മുആവിയ ചോദിക്കുകയാണ്, ഫകൈഫ സനഅ, എന്താണ് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? ഖാല, സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലൽ ഈദ, അവിടുന്ന് ഈദ് നമസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅ, പിന്നീട് ജുമുഅയുടെ വിഷയത്തിൽ ഇളവ് അനുവദിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, മൻ ഷാ അൻ യുസല്ലി ഫൽയുസല്ലി. ആരെങ്കിലും ജുമുഅ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ നിസ്കരിക്കട്ടെ. ഇത് മുആവിയ റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ച് വിഷയമാണ്. ഇതാണ് അബൂ ദാവൂദിലുള്ള ഹദീസ്. വബിമാ റവാഹു അബൂ ദാവൂദ് ഫീ സുനനിഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസും കൂടി ഇത് പറയുന്ന ആളുകൾ തെളിവാക്കിയിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഖദ് ജതമഅ ഫീ യൗമികും ഹാദാ ഈദാനി. റസൂൽ പറയാണ്, ഇന്നേ ദിവസം നിങ്ങൾക്ക് രണ്ട് ഈദുകൾ, രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഒന്ന് വെള്ളിയാഴ്ചയും മറ്റൊന്ന് ഈദുൽ ഫിത്ർ അല്ലെങ്കിൽ ഈദുൽ അദ്ഹയോ. ഫമൻ ഷാ അജ്സഅഹു മിനൽ ജുമുഅ വഇന്നാ മുജമ്മിഊൻ. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് ജുമുഅക്ക് ഇത് മതിയാവുന്നതാണ്, ഈദ് നിസ്കാരം തന്നെ മതിയാവുന്നതാണ്. പക്ഷേ വഇന്നാ മുജമ്മിഊൻ, നമ്മൾ ജുമുഅ ഒഴിവാക്കുന്നില്ല, നമ്മൾ ജുമുഅ നിസ്കരിക്കുന്നുണ്ട്. ഫദല്ല ദാലിക അല തറഖുസ് ഫിൽ ജുമുഅത്തി ലിമൻ സല്ലൽ ഈദ ഫീ ദാലിക്കൽ യൗം. അതുകൊണ്ട് വെള്ളിയാഴ്ചയും അതുപോലെ പെരുന്നാളും ഒരു ദിവസം വന്നാൽ പെരുന്നാൾ നിസ്കരിച്ച ആൾക്ക് ജുമുഅയിൽ ഇളവുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ജുമുഅക്ക് പോകാം, അല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കാം.
എന്ന ഇളവുണ്ടെന്ന് ഇതറിയിക്കുന്നു. വഉലിമ അദമു റുഖ്സത്തി ലിൽ ഇമാം ലിഖൗലിഹി ഫിൽ ഹദീസ് വഇന്നാ മുജമ്മിഉൻ. ഇമാമിന് അതിൽ ഇളവില്ല, അദ്ദേഹം വരുന്നവരെയും കൊണ്ട് ജുമ നിസ്കരിക്കാൻ തയ്യാറാകണം എന്നതിന് ഈ ഹദീസിൽ തന്നെ തെളിവുണ്ട്. വഇന്നാ മുജമ്മിഉൻ, ഞങ്ങൾ ജുമ നിസ്കരിക്കുകയാണ് എന്ന റസൂലുള്ളാഹിന്റെ വാക്ക്. ഇതാണ് ആ ഫത്വയിൽ ഉള്ളത്. ആ കാര്യമാണ് നമുക്ക് ഇവിടെ ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ശൈഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വന്തം മജ്മുഉ ഫതാവയിലും ഇതേപോലെ തന്നെ ഒരു ഫത്വ നമുക്ക് കാണാൻ സാധിക്കും. ഈദും യൗമുൽ ജുമയും ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറയാണ്, വൈദാ വാഫഖൽ ഈദു യൗമുൽ ജുമുഅ, ഈദ് ദിവസം വെള്ളിയാഴ്ചയോട് യോജിച്ചു വന്നാൽ ജാസ ലിമൻ ഹദറൽ ഈദ, ഈദ് നിസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ജായിസാണ് അൻ യുസല്ലിയ ജുമുഅത്തൻ വ അൻ യുസല്ലിയ ളുഹറൻ, ഒന്നുകിലേക്ക് ജുമ നിസ്കരിക്കാം അല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കാം. ലിമാ സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഫഖദ് സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു റഖസ ഫിൽ ജുമുഅത്തി ലിമൻ ഹദറൽ ഈദ, ഈദിന് വന്ന ആളുകൾക്ക്, പെരുന്നാൾ നിസ്കാരത്തിന് വന്ന ആളുകൾക്ക് ജുമയുടെ വിഷയത്തിൽ അവിടുന്ന് ഇളവനുവദിച്ചു എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാനി, ഇന്ന് നിങ്ങൾക്ക് 2 ഈദുകൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഫമൻ ഷഹിദൽ ഈദ ഫലാ ജുമുഅത അലൈഹി, അതുകൊണ്ട് ഈദ് നിസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ജുമുഅ നിർബന്ധമില്ല. വലാകിൻ ലാ യദഉ സലാത്തൽ ളുഹർ, പക്ഷേ അയാൾ ളുഹർ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. വല്ല അഫ്ളലു അൻ യുസല്ലിയ മഅന്നാസ് ജുമുഅത്തൻ, മാത്രമല്ല ജുമുഅയിൽ ജനങ്ങളോടൊപ്പം നിസ്കരിക്കലാണ് അയാൾക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഫഇല്ലം യുസല്ലിൽ ജുമുഅത സല്ലാ ളുഹറൻ, ഇനി ജുമുഅക്കാൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അയാൾ ളുഹർ നിസ്കരിച്ചാൽ മതി. ഫഅമ്മൽ ഇമാമു ഫയുസല്ലി ബിമൻ ഹദറൽ ജുമുഅത ഇദാ കാനു സലാസതൻ ഫഅക്സർ, ഇമാമ് ജുമുഅക്ക് വന്ന ആളുകളെയും കൊണ്ട് ജുമ നിസ്കരിക്കണം. അവർ 3 ആളെങ്കിലും ഉണ്ടെങ്കിൽ, ഫഅക്സർ മിൻഹുൽ ഇമാം, ഇമാം അടക്കം 3 ആളുണ്ടായാൽ മതി. വഇല്ലം യഹ്ദുർ മഅഹു ഇല്ലാ വാഹിദുൻ, ഇമാമ് പുറമെ ഒരാൾ മാത്രമേ വന്നെങ്കിൽ സല്ലയാ ളുഹറൻ, അവർ 2 പേരും കൂടി ജമാഅത്തായിട്ട് ളുഹർ നിസ്കരിച്ചാൽ മതി എന്നാണ് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്മുഉ ഫതാവ 13-ാം വാള്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ലജ്നയുടെ തന്നെ മറ്റൊരു ഫത്വയിൽ ഇത് സംബന്ധമായ ഈ പറഞ്ഞ ഹദീസുകളും സഹാബികളിൽ നിന്നുള്ള ഒരുപാട് അസറുകളും ഉദ്ധരിച്ച ശേഷം പറയാണ്, ലജ്ന 6 കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തേത്, മൻ ഹലറ സ്വലാത്തൽ ഈദ് ഫയുറഖ്ഖസു ലഹു ഫി അദമി ഹുദൂരി സ്വലാത്തിൽ ജുമുഅ, ഈദ് നിസ്കാരത്തിൽ ഹാജരായ ആൾക്ക് വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ഹാജരാകാതിരിക്കുന്നതിൽ ഇളവുണ്ട്, ഹാജരാകേണ്ടതില്ല, അയാൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. വയുസല്ലിഹ ളുഹ്റൻ ഫി വഖ്തി ളുഹ്രി, അതിൽ ളുഹറിന്റെ സമയത്ത് 4 റക്അത്ത് ളുഹർ നിസ്കരിച്ചാൽ മതി. ഇനി വഇൻ അഖദ ബിൽ അസീമ ഫസല്ല മഅന്നാസിൽ ജുമുഅ, ഇനി ഒരാൾ ഈ ഇളവ് സ്വീകരിക്കുന്നില്ല, ഞാൻ ഇളവെടുക്കുന്നില്ല, ആ ദൃഢമായ തീരുമാനത്തിൽ തന്നെ ആ ബാധ്യത എന്ന നിലയ്ക്ക് ഞാനത് സ്വീകരിക്കുകയാണ് എങ്കിൽ ഫഹുവ അഫ്ളൽ, അയാൾ ജനങ്ങളോടൊപ്പം ജുമുഅ നിസ്കരിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. രണ്ടാമത്തെ കാര്യം, മല്ലം യഹ്ദുർ സ്വലാത്തൽ ഈദ് ഫലാ തശ്മുലുഹു റുഖ്സ, ഒരാൾ പെരുന്നാൾ നിസ്കാരത്തിന് വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് ഈ ഇളവ് ബാധകമല്ല. ഒരാൾക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വരാൻ പറ്റിയില്ല, എന്നാൽ അയാൾ വലിദാ ഫലാ യസ്ഖുതു അൻഹു വുജൂബുൽ ജുമുഅ, അങ്ങനെയുള്ള ആൾക്ക് ജുമുഅ നിർബന്ധമാണ്, അയാളിന് ജുമുഅയുടെ നിർബന്ധാവസ്ഥ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഫയജിബു അലൈഹി സഅയു ഇലൽ മസ്ജിദി സ്വലാത്തുൽ ജുമുഅ, അതുകൊണ്ട് അയാൾക്ക് ജുമുഅക്ക് പോകൽ അന്ന് വാജിബാണ്, നിർബന്ധമാണ്. ഫഇല്ലം യൂജദ് അദദുൻ തൻഅഖദു ബിഹി സ്വലാത്തുൽ ജുമുഅ സല്ലഹ ളുഹറൻ, പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ ജുമുഅ നിസ്കരിക്കാൻ മാത്രം ആളില്ല എങ്കിൽ അയാൾക്ക് ളുഹർ നിസ്കരിച്ച് പോരാം. ളുഹറിന് അല്ല, ജുമുഅക്ക് 3 ആളുണ്ടായാൽ മതി, ആ 3 ആൾ പോലും ഇല്ല, എന്നാൽ ളുഹർ നിസ്കരിക്കാം. ഇനി മൂന്നാമത്തത്, യജിബു അല ഇമാമിൽ മസ്ജിദ് ഇഖാമത്തു സ്വലാത്തുൽ ജുമുഅത്തി ദാലിക്കൽ യൗം, അന്നേ ദിവസം ജുമുഅ നിസ്കാരം സംഘടിപ്പിക്കുക എന്നത് പള്ളിയിലെ ഇമാമിന് വാജിബാണ്. കാരണം എന്താ, ലിയഷ്ഹദഹ മൻ ശാഅ ശുഹൂദഹ വമൻ ലം യശ്ഹദുൽ ഈദ, ഈദിന് പങ്കെടുക്കാത്ത ആളുകള് അവർക്ക് ജുമുഅ വേണമല്ലോ, അതുപോലെ തന്നെ ഈദിൽ പങ്കെടുത്തവരിൽ ജുമുഅക്ക് വരണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ജുമുഅ സംഘടിപ്പിക്കൽ ഇമാമിന് നിർബന്ധമാണ്. വഇല്ലം യഹ്ദുറു സല്ലാ ളുഹ്റൻ, അവരാരും വന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ളുഹർ നിസ്കരിക്കണം. നാലാമത്തെ വിഷയം, മൻ ഹദറ സ്വലാത്തൽ ഈദി വ തറഖസ ബിഅദമി ഹുദൂരിൽ ജുമുഅ ഫഇന്നഹു യുസല്ലിഹാ ളുഹ്റൻ ബഅദ ദുഖൂലി വഖ്തിൽ ളുഹ്രി, ആരെങ്കിലും ഈദ് നിസ്കാരത്തിന് വന്നു, അയാൾക്ക് ജുമുഅക്ക് വരുന്നതിൽ ഇളവ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ അയാൾ എന്ത് ചെയ്യണം, ജുമുഅ ഒഴിവാക്കാം, പക്ഷേ ളുഹറിന്റെ വഖ്തായി കഴിഞ്ഞാൽ അയാൾ ളുഹർ നിസ്കരിക്കണം സാധാരണ പോലെ തന്നെ. ചില ആളുകൾ ളുഹർ നിസ്കരിക്കേണ്ടതില്ല എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അഞ്ചാമത്തെ വിഷയം, ലാ യുശ്റഉ ഫീ ഹാദൽ വഖ്തി അൽ-അദാൻ ഇല്ലാ ഫിൽ മസാജിദിൽ ലത്തി തുഖാമു ഫിഹാ സ്വലാത്തുൽ ജുമുഅ, ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഈദ് വന്നാൽ
അന്ന് ജുമുഅ നടക്കുന്ന പള്ളിയിലല്ലാതെ ളുഹറിന് ബാങ്ക് കൊടുക്കൽ ശരീഅത്തിൽ നിയമമല്ല. അന്ന് ളുഹറിന് ബാങ്ക് കൊടുക്കൽ ജുമുഅ നടക്കുന്ന പള്ളിയിൽ മാത്രമേ ഉള്ളൂ. ഫലാ യുശ്റഉ ഇല്ലദാന്റെ സ്വലാത്തുൽ ളുഹ്രി ഫി ദാലിക്കൽ യൗം. അന്ന ദിവസം ളുഹറിന് ബാങ്ക് വിളിക്കേണ്ടതില്ല. മറ്റു പള്ളികളിൽ, ജുമുഅ ഇല്ലാത്ത പള്ളികളിൽ ബാങ്ക് വിളിക്കേണ്ടതില്ല. ആറാമത്തെ വിഷയം അൽ ഖൗലു ബി അന്ന മൻ ഹളറ സ്വലാത്തുൽ ഈദ് തസ്ഖുതു അൻ സ്വലാത്തുൽ ജുമുഅ വ സ്വലാത്തുൽ ളുഹ്ർ ദാലിക്കൽ യൗം ഖൗലുൻ ഗൈറു സഹീഹ്. ഈദ് നിസ്കാരത്തിന് വന്ന ആൾക്ക് വെള്ളിയാഴ്ച ജുമുഅയും നിസ്കാരവും നിർബന്ധമല്ല, ളുഹറും അയാൾക്ക് ബാധകമല്ല, ജുമുഅന്റെ നിർബന്ധവും അയാൾക്ക് ഇല്ലാതാകും, ളുഹറിന്റെ നിർബന്ധവും ഇല്ലാതാകും എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അത് ശരിയായ അഭിപ്രായമല്ല. ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ആവുകയാണെങ്കിൽ നമ്മള് പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്ത ആൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഇളവുണ്ട്, അയാൾക്ക് ജുമുഅക്ക് വരാതിരിക്കാം. പക്ഷെ ജുമുഅക്ക് വരാതിരുന്നാൽ ളുഹർ നിസ്കരിക്കണം. പക്ഷേ ആ ജുമുഅയിൽ പങ്കെടുക്കുന്നതാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. വേണമെങ്കിൽ ഇളവ് സ്വീകരിക്കാം എന്ന് മാത്രം. ഇതാണ് ഫത്വകളിൽ നിന്നും മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.